എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് യുകെയിൽ ഒരു വീട് വാങ്ങിക്കാം എന്നതിനെ പറ്റിയാണ്. നമ്മൾ എല്ലാവരും മലയാളികളായ എല്ലാവരും യുകെയിലേക്ക് വരുന്നു, ഇവിടെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ വൈഫും ഹസ്ബൻഡും അവരെല്ലാം ജോലി ചെയ്യുന്നു. ജോലി ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സേവിങ് യുകെയിൽ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നാട്ടിലേക്ക് അയക്കാൻ അത്യാവശ്യം ഇല്ലാത്ത ആളുകളൊക്കെ കുറച്ച് പൈസ കൂടെ കൂട്ടി കൂട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ എത്ര രൂപയ്ക്കാണോ നമ്മൾ നമുക്ക് രൂപയ്ക്കാണോ നമ്മൾ ആ ജീവിക്കുന്ന ഏരിയയിൽ വീട് ലഭ്യമാകുന്നത്, അതിൻ്റെ ഒരു 10% പൈസ നമ്മുടെ കയ്യിൽ ആദ്യം തന്നെ നമ്മൾ കാണുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1,00,000 പൗണ്ടാണ് നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടത്ത് വീടിന് എങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 10,000 പൗണ്ടെങ്കിലും നമ്മൾ സേവിങ് ആയിട്ട് നമ്മുടെ കയ്യിൽ വെക്കുക. കാരണം നമുക്ക് ബാങ്ക് ലോൺ തരുമ്പോൾ നമുക്ക് 80,000 രൂപയാണ് അവർ ലോൺ തരുള്ളൂ. ബാക്കി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ആ വീടിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പൈസ സേവിങ് ആയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോർട്ട്ഗേജ് അഡ്വൈസർ, നമ്മുടെ ഇപ്പോൾ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മോർട്ട്ഗേജ് അഡ്വൈസർമാരുടെ അടുത്ത് പോവുക. അപ്പോൾ മലയാളികളായിട്ടുള്ള മോർട്ട്ഗേജ് അഡ്വൈസർമാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അത് എന്താണെന്ന് പറയുക, മോർട്ട്ഗേജ് അഡ്വൈസർമാർ അത് വലിയ കമ്പനികളിലുള്ള അഡ്വൈസർമാരൊക്കെ ആണെങ്കിൽ അവരൊരു സർവീസ് ഫീസ് മേടിക്കും. അല്ലാതെ ഫ്രീലാൻസ് ആയിട്ട് മലയാളികളായിട്ടുള്ളവരൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ലിറ്ററലി എല്ലാ മോർട്ട്ഗേജ് അഡ്വൈസർമാർക്കും ബാങ്കിൽ നിന്ന്, കാരണം ലോൺ പാസ്സാക്കി തന്നതിന് അവർക്ക് ഒരു ബാങ്കിൽ നിന്നൊരു നിശ്ചിത തുക കമ്മീഷനായിട്ട് കിട്ടും. അപ്പോൾ ചില മോർട്ട്ഗേജ് വലിയ കമ്പനി ആയിട്ടുള്ള മോർട്ട്ഗേജ് അഡ്വൈസിങ് കമ്പനി അവരൊരു ഫീസ് മേടിക്കും. അപ്പോൾ നമ്മൾ ഒരു മലയാളികളായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പൈസ മേടിക്കാതെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ആ ജീവിക്കുന്ന ഏരിയയുടെ അനുസരിച്ചും ഇരിക്കും. യുകെയിലെ ഏത് ഏരിയ ആണോ അപ്പോൾ ആ ഏരിയയിലെ ഒരു ഇതനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ മോർട്ട്ഗേജ് അഡ്വൈസർമാരുടെ അടുത്ത് നമ്മൾ ചെല്ലുന്നു. അപ്പോൾ അവർ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. അപ്പോൾ അതിന് അവർ ഏകദേശം എത്ര നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായി കിട്ടും എന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോർട്ട്ഗേജ് അഡ്വൈസർമാർക്ക് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ നമ്മുടെ സാലറി പേ സ്ലിപ്പ് അതിൻ്റെ ഒരു 3 മാസത്തെ ഡോക്യുമെൻറ്റും അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർ ബാങ്കുമായിട്ട് ചെക്ക് ചെയ്യും ഏത് ബാങ്കാണ് നമുക്ക് ലോൺ തരാൻ റെഡി ആയിട്ടുള്ളത് എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ആ ചെക്കിങ്ങിന് ശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പോൾ മോർട്ട്ഗേജ് അഡ്വൈസർ പറയും നിങ്ങൾക്ക് ഇത്ര രൂപ വരെ നമുക്ക് ഇത്ര പൗണ്ട് നിങ്ങൾക്ക് ബാങ്ക് ലോണായിട്ട് തരും. അപ്പോൾ നമുക്ക് ആ മോർട്ട്ഗേജ് അഡ്വൈസർ പറഞ്ഞതനുസരിച്ചിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ നോക്കുക. ഒന്നുകിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ലോക്കൽ ഏതെങ്കിലും മറ്റേ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ ഓഫീസിൽ പോയി നമുക്ക് പറ്റിയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അവർ നമുക്ക് ആ വിഷനനുസരിച്ചിട്ട് പറ്റിയിട്ടുള്ളത് അവർ നമുക്ക് പറയും. അതനുസരിച്ച് വ്യൂവിങ് സമയം വെച്ചിട്ട് നമുക്ക് പോയി അത് കണ്ട് ഇഷ്ടപ്പെടണം. അത് കൂടാതെ നമുക്കിപ്പോൾ ഓൺലൈൻ വഴി റൈറ്റ് മൂവ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ചെക്ക് ചെയ്താൽ അപ്പോൾ നമ്മുടെ ജീവിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് ഏതൊക്കെ വീടുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നുള്ളത് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പുതിയ വീടാണ് വിൽക്കുന്നതിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അത് അവരുടെ ആ ബിൽഡേഴ്സിനെ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ അവർ ചെയ്തു തരും. അങ്ങനെ പല രീതിയിൽ നമുക്ക് വീട് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ വീട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ അപ്പോൾ നമുക്ക് ഒരു എത്ര രൂപ വരെ നമുക്ക് ആ ലോൺ കിട്ടും എന്നുള്ളത് റിയൽ എസ്റ്റേറ്റ് കമ്പനീനെ അറിയിക്കണം. അപ്പോൾ അത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോർട്ട്ഗേജ് അഡ്വൈസറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഒരു ഡിപ്പ് എന്ന് പറയും. അപ്പോൾ അത് നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഇയാൾക്ക് ഇത്ര രൂപ വരെ കിട്ടും എന്നുള്ള ആ ഒരു തെളിവാണ്. അപ്പോൾ അത് നമ്മൾ
ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാർക്ക് കൊടുക്കുക. കാരണം ഇവർക്ക് വീട് മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു തെളിവിനായിട്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കും നമ്മുടെ ഇതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ നമ്മുടെ സാലറി സ്ലിപ്പും അവർക്കും കൊടുക്കണം. അതിനുശേഷം നമ്മൾ പിന്നെ നമ്മുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സോളിസിറ്റേഴ്സിനെ അറിയിക്കണം. സോളിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വക്കീലന്മാർ. അപ്പോൾ വക്കീലന്മാരുടെ ഒരു ഓഫീസുമായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത ചുറ്റുവട്ടത്ത് ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ചെയ്യാം. അങ്ങനെ അടുത്ത ചുറ്റുവട്ടത്ത് ഏതൊക്കെയാണ് ഇങ്ങനെ ഈ സോളിസിറ്റേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ വക്കീലന്മാരുള്ളത്. അപ്പോൾ അവർക്ക് നമ്മുടെ ബാക്കിയത്തെ കാര്യങ്ങൾ അവർക്കും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതുപോലെ ലീഗൽ വശങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പോൾ വക്കീൽ മുഖാന്തരമായിട്ടാണ് ഈ പ്രോപ്പർട്ടി ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത്. ഇപ്പോൾ അതിൽ നമ്മൾ എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ്, അതായത് നമ്മളൊരു ഉപയോഗിച്ച വീട് മേടിക്കണമെങ്കിൽ ആ വിൽക്കാൻ വെച്ചേക്കണവന് ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്യും, നമ്മളും വക്കീലിനെ അറേഞ്ച് ചെയ്യും. അപ്പം അങ്ങനെ സോളിസിറ്റേഴ്സ് മുഖാന്തരമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ സോളിസിറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഇനിഷ്യലായിട്ടുള്ള പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ പേയ്മെൻറ്റ് ഓരോ ഏരിയയിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഒരു 600 മുതൽ 1200 പൗണ്ട് വരെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിലും കൂടാം, ചില ഏരിയയിൽ അതിലും കുറവായിരിക്കാം, 600 ചോദില്ല. അപ്പോൾ അത് സോളിസിറ്റേഴ്സിന് ആ പേയ്മെൻറ്റ് നമ്മളടിച്ച് പിന്നെ നമുക്ക് അപ്പോൾ അവർ ഓരോ ആ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഫോം ഫില്ലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് അയച്ചു തരും. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പൂരിപ്പിച്ച് അവർക്ക് സ്കാൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ വീടിൻ്റെ ഭിത്തി, അതുപോലെ മേൽക്കൂരകൾ, അതുപോലെ നമ്മുടെ ഇപ്പോൾ ഇത് UK ഒരു തണുപ്പുള്ള രാജ്യമാണല്ലോ. അപ്പോൾ 6 മാസം തണുപ്പും 6 മാസം സമ്മറും ആണ്. അപ്പോൾ ഈ ചൂട് വീട്ടിൽ നിൽക്കണ ഒരിതിപ്പോൾ നമ്മളൊരു പഴയ വീടാൻ മേടിക്കണമെങ്കിൽ അപ്പോൾ അതിന് വേണ്ടി സർവേയറെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ സർവേയർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ എല്ലാ ഭിത്തിയും അതുപോലെ മേൽക്കൂരകളും അതുപോലെ ചൂട് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് നമുക്ക് തരും. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പഴയ വീടാൻ മേടിക്കണമെങ്കിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നെഗോസിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ വീടിന് നമ്മൾ പറഞ്ഞ വിലയിലും നമുക്ക് താഴ്ത്തി മേടിക്കാൻ. പക്ഷെ ആ താഴ്ത്തി കിട്ടണമെങ്കിൽ ഇപ്പോൾ വിൽക്കാൻ വെച്ചേക്കണവന് അത്യാവശ്യക്കാരനായിരിക്കണം. ഇപ്പോൾ വിൽക്കാനായിട്ട് വീട് വെച്ചേക്കണവന് പറഞ്ഞൻ്റായിട്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ആവട്ടെ കുറച്ച് കൊടുത്തേക്കാം നോർത്ത് അങ്ങനെ കുറച്ച് തരും. പക്ഷെ അവന് വലിയ അത്യാവശ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവൻ പറയും ഓക്കെ ഞങ്ങൾ വേറെ ആളെ നോക്കിക്കോളാം, വേറെ ബയേഴ്സിനെ നോക്കിക്കോളാം, നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ പഴയ വീടാണെങ്കിൽ അങ്ങനെ 2 ഓപ്ഷൻ നമ്മൾ കാണും. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയേക്കാം, ചിലപ്പോൾ നമുക്ക് അതേ വിലയ്ക്ക് തന്നെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ 2 ഓപ്ഷനുകളും നമ്മൾ കണ്ടിട്ട് വേണം അത് സർവേ ചെയ്യും. പക്ഷേ സർവേ ചെയ്ത് എന്ന് എന്നാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വീടിന് എന്തെങ്കിലും ഭിത്തിക്ക് വിലക്ഷയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ അത് മെയിൻ്റനൻസ് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഉപകാരമാണ് സർവേ ചെയ്യുന്നത്. ഇപ്പോൾ സർവേ ചെയ്യാനായിട്ട് വരുന്നത് ഒരു 200 മുതൽ 800 വരെ, അത് ഓരോ ഏരിയയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടും അതുപോലെ നമ്മളുടെ വീടിൻ്റെ വിലയുടെയും അടിസ്ഥാനത്തിലാണ് സർവേയുടെ ഫീസും വന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് ബാക്കിയത്തെ ഇപ്പോൾ ഈ സോളിസിറ്റേഴ്സുമാരുടെ സെർച്ചിങ്ങും കാര്യങ്ങളും അതിനെന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടോ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ മിനിമം ഒരു 2 മാസം മുതൽ ഒരു 8 മാസം വരെ ഈ നമുക്ക് താക്കോല് കിട്ടുന്നത് വരെ ഈ പ്രോസസ്സിങ്ങിനായിട്ട് സമയമെടുക്കും. അപ്പോൾ അത് ഈ അധികം സെല്ലർമാരുടെ ഇപ്പോൾ വീട് വിൽക്കാൻ വെച്ചേക്കണവന് ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറണം, ഈ വീട്ടിലോ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ സ്ഥലത്തേക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സമയവും ഇതൊക്കെ കൂട്ടി മിനിമം ഒരു 2 മുതൽ 8 മാസം വരെ കീ കിട്ടാൻ ഇതുണ്ട്. ഇപ്പോൾ പുതിയ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞ സമയത്തിനുള്ള, എന്നാലും ലീഗൽ ഫോർമാലിറ്റീസിന് മിനിമം ഒരു 2 മാസമെങ്കിലും വേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കീ കിട്ടും. അപ്പോൾ അതാണ് ഈ വീടിനെ പറ്റി, UK വീട് മേടിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് ഇടുക. പിന്നെ കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.